അപ്പൊ ആ ചെറുപ്പകാലത്തിൽ നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഉള്ളിലുള്ള ഒരു ദുരഭിമാനം നമ്മളെ കൊണ്ട് പലതും ചെയ്യാനും പറയാനും പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വരുത്തുന്ന ദുരിതങ്ങളെ, ദുഃഖങ്ങളെ നാം അത്ര അറിയുന്നില്ല. കാരണം നമ്മളിൽ ആ സെൽഫിഷ്നെസ്, നമ്മളിൽ ആ അഭിമാനം വളരെ മുഴച്ചു നിൽക്കുകയാണ്. ഈ അഭിമാനം ആണ് നാളത്തെ നമ്മുടെ ശത്രു എന്ന് പോലും നമ്മളാരും അറിയുന്നില്ല. ഈ ദുരഭിമാനാണ് നാളത്തെ നമ്മുടെ ദുരിതം ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ദുരഭിമാനത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കാതെ പോകുന്നതിന് കാരണം നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സാധനാ സംസ്കാരം, ഒരു പരിശീലനം ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. കുട്ടിക്കാലത്ത് നോക്കൂ, നിങ്ങൾ കുട്ടികൾക്കൊന്ന് എന്തെങ്കിലും ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എനിക്കറിയാമല്ല, എന്നോടൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവനയിൽ ആ കുട്ടി ജീവിക്കുകയാണ്. എന്നാൽ ആ കുട്ടി അറിയുന്നില്ല, എനിക്കൊന്നും അറിയുന്നില്ല. ഈ അറിയാം എന്നത് വെറും ഒരു ധാർഷ്ട്യമാണ്, അതൊരു സ്വാർത്ഥതയാണ്, അതൊരു ദുരഭിമാനമാണ് എന്ന ആ ഭാവം ദുര്യോധനൻ പറയുന്ന പോലെ, ദുര്യോധനൻ പറഞ്ഞു, ഹേ പിതാമഹ, നിങ്ങൾക്കറിയോ ഇവരൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? ഗുരുവിനോട് പറയാണ്, ഇതൊക്കെ മതർത്തേ തെക്ത ജീവിതം, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവരാണെന്നൊക്കെയാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോഴാണ് തസ്യ സഞ്ജയനൻ ഹർഷൻ കുരുവൃദ്ധ പിതാമഹ, അദ്ദേഹം മനസ്സിലാക്കി ഇവൻ വിവരക്കേട് ഇനിയും വിളിച്ചു പറയുന്നു. അപ്പൊ അപ്പോഴേക്കും അദ്ദേഹം തന്റെ ശങ്കെടുത്ത് സിംഹനാദം വിനച്ചൊത്തി, അങ്ങനെ ശങ്കെടുത്തുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു എന്നാണ് പിതാമഹൻ. കാരണം ദുര്യോധനൻ പറയുന്നത് മുഴുവൻ അവന്റെ ദുരഭിമാനവും സ്വാർത്ഥതയും അഹങ്കാരവുമാണ് പറയുന്നത്. ഇതൊക്കെ അവന്റെ അന്ത്യത്തിലേക്കുള്ള, നാശത്തിലേക്കുള്ള, സർവനാശത്തിലേക്കുള്ളതാണെന്ന് പാവം ഭീഷ്മർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ ഇന്നത്തെ സമൂഹവും ഇങ്ങനെ അവരുടെ ദുരഭിമാനം കൊണ്ട് എടുത്തുചാട്ടം ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുള്ളൂ എന്നുള്ള പിടിവാശി കൊണ്ട് ആലസ്യത്തിനും മനസ്സിന്റെ അസ്വസ്ഥതയ്ക്കും മനസ്സിന്റെ അതിക്രമത്തിനും അങ്ങനെ വഴിവിട്ട് പോകുമ്പോൾ കുറെ കഴിഞ്ഞാൽ ഈ മനസ്സാണ് നാളത്തെ വലിയ പരാജയത്തിലേക്കും വലിയ ദുഃഖത്തിലേക്കും നമ്മളെ നയിക്കുന്നതെന്ന് പാവം നമ്മൾ അറിയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ അഭിമാനം നമുക്കൊരു പാഠം പഠിപ്പിക്കും. നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. മരണസമയത്ത് ദുര്യോധനത് മനസ്സിലായി. നിങ്ങൾക്കറിയോ, മഹാഭാരത യുദ്ധക്കളത്തില് 18-ാമത്തെ ദിവസം ഭീമസേനനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധമായിരുന്നു. അമ്മയിൽ നിന്നും തനിക്ക് എല്ലാവിധ ശക്തിയും കിട്ടിയിട്ടുണ്ടെന്ന ദുരഭിമാനത്തിൽ അഭിമാനിച്ചുകൊണ്ട് ദുര്യോധനൻ നിൽക്കുമ്പോൾ അവിടെ കൃഷ്ണൻ തന്റെ തുടയിൽ അടിച്ചുകൊണ്ട് ഭീമസേന പ്രചോദനം കൊടുക്കുമ്പോൾ കൃഷ്ണൻ ദുര്യോധനനെയും ഭീമസേനെയും യുദ്ധം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഭീമസേനെ സംബന്ധിച്ച് ഭീമസേന മനസ്സിലായി, കൃഷ്ണൻ തനിക്ക് വലിയ ഉപദേശമാണ് തരുന്നത്. ഈ ദുര്യോധനന്റെ തുടയിൽ അടിച്ചാൽ മാത്രമേ അവൻ വീഴുകയുള്ളൂ എന്ന്.